ഹായ് ഗായ്സ്, നമ്മളെല്ലാവരും സ്റ്റിക്കർ എങ്ങനെ സെറ്റ് ചെയ്യുന്നൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ സ്റ്റിക്കറിൻ്റെ ഡൈലൈൻ എങ്ങനെ സെറ്റ് ചെയ്യുന്ന നോക്കിയാൽ നമുക്കിന്ന് ആദ്യം നമ്മൾ സ്റ്റിക്കർ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ഡിസൈൻ നമ്മൾ കോറൽ ഡ്രോ ഓപ്പൺ ചെയ്തു. നമ്മൾ നോർമലി എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതുപോലെ സെറ്റ് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് നമ്മുടെ പേജ് സൈസ് ഒന്ന് മാറ്റാം. 12.5 18.5 പേജ് സൈസ് കൊടുക്കുന്നത്. നമ്മളെ പ്രിൻ്റബിൾ ഏരിയ അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഷ്യോ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന് ശേഷം നമ്മൾ ഡിസൈൻ മാക്രോ ചെയ്യാം. സ്റ്റിക്കർ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ കട്ടി മാർക്കില്ലേ, ഈ കട്ടി മാർക്ക് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്ത് നമുക്കൊരു പുതിയ പേജ് ഉണ്ടാക്കി അതിൽ പേസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിനി ഇതിലാണ് നമ്മളെ സ്കോറിങ് ഡൈലൈനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കട്ടിങ് മാർക്കിൻ്റെ 2 കട്ടിങ് മാർക്കില്ല. അപ്പോൾ അതിൽ ഒരു കട്ടിങ് മാർക്ക് മാത്രം സെലക്ട് ചെയ്യുക. അതായത് മുകളിലത്തെ വശം മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ഇതുപോലെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് വലിച്ച് ഇടുക. ഓക്കെ, ശ്രദ്ധിക്കണം, കറക്റ്റ് നമ്മളെ കട്ടിങ് ലൈനിൻ്റെ മുകളിൽ തന്നെ വന്നിരിക്കണം. പുറത്തോട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഈ സൈഡിലത് അതുപോലെ വലിച്ച് ഇടാം. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് കുറച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ കുറച്ചായി സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ഇതിന് നമുക്ക് ഡൈലൈൻ ഇടണം. അതിന് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ കാണാം ഈ ഇത് ലോഗോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്ത് നമുക്ക് ഇതേപോലെ ഡൈലൈൻ കിട്ടും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫുൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഡിസൈൻ കിടക്കുന്ന പേജിലോട്ട് ഇത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ A3 എക്സ്റ്റൻഷനിലോട്ട് പേജ് സൈസ് മാറ്റാം. ഈ ഡൈലൈൻ പുറത്ത് ചാടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ 12.5 18.5 സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ A3 എക്സ്റ്റൻഷനിലോട്ട് ഇട്ടത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡൈലൈൻ എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നമ്മൾ രണ്ടാമത്തെ പേജിൽ ചെയ്ത് വെച്ചത് നമ്മുടെ ഈ കട്ടിങ് സിമ്പിളുണ്ടോ, ആ സിമ്പിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പ്രിൻ്റ് വിടാൻ മറ്റേ ഫയലും കൊടുക്കുക. സ്കോറിങ്ങിന് വേണ്ടി ഈ ഫയൽ പെൻഡ്രൈവിലാക്കി ഡൈ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.